ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു 1014. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മളെല്ലാവരും വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ടാണ് ഞാൻ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നത്. ക്രാഫ്റ്റല്ല, ഒരു മാജിക് വീഡിയോ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എൻ്റെ ടിഷ്യൂ പേപ്പർ കളക്ഷനാണ് ആ ബാക്കിൽ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതൊന്ന് നമുക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡും കൊണ്ട് അതൊന്ന് ടൈറ്റായിട്ടൊന്ന് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ നൈസാണ്, അപ്പോൾ അത് കീറിപ്പോകാതെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചും ചെയ്യണം കേട്ടോ. കാരണം ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാജിക്ക് നടക്കില്ല കേട്ടോ. അപ്പം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ സംഭവം ചെയ്യാനുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മാജിക് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പോണ്. അതിനു മുമ്പ് നമ്മുടെ ഈ എക്സ്ട്രാ വന്ന പാർട്സൊക്കെ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് വെട്ടിയെടുത്തിട്ടില്ല എന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമുക്കിതിന് ആവശ്യം. അപ്പം നമുക്കിപ്പോൾ ഒരു ബ്ലാക്ക് കളറ് ഒരു പാത്രം എടുത്തിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് തന്നെ വേണമെന്ന് കേട്ടോ, ഏതെങ്കിലും ഒരു ടൈപ്പ് ബൗളായാലും മതി. അപ്പം ഞാൻ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹാൻഡ് വാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് പൊടിയോ സോപ്പോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് വാഷ്, സോപ്പ് പൊടി, ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ടും വേണം കേട്ടോ. അപ്പം ശേഷം ഞാൻ എൻ്റെ മേലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കുപ്പി ഉണ്ടല്ലോ, അത് നമുക്ക് വീണ്ടും ഒന്ന് എടുക്കാം. നമുക്ക് ഒരു നല്ല രീതിയിൽ നല്ല കളറൊക്കെ ഉള്ളൊരു മാജിക്കാണ് കാണണം എന്നുള്ളതിൽ നമ്മൾ കുറച്ച് കളേഴ്സ് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളർ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. വേറെ ക്രയോൺസ്, ഓയിൽ പേസ്റ്റ് അങ്ങനെയുള്ള പെയിൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഒരു പേർപ്പിൾ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശേഷം ഞാൻ ഒരു യെല്ലോ കളറൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫുൾ ഫിനിഷാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് ഫുള്ള് ഞാനൊന്ന് ഫിനിഷാക്കിയിട്ട് ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്, ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ഒരു ലിക്വിഡ് ഇല്ലേ, അതും കൂടി എടുക്കുക. ഇനിയാണ് നമ്മുടെ മാജിക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ലിക്വിഡ് നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച ശേഷം നമ്മുടെ ഈ ഒരു കുപ്പി ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്തൊന്ന് നല്ല രീതിയിലൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അത് ഫുള്ളായിട്ട് സ്പ്രെഡാണ് കേട്ടോ. ആ ഭാഗം ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായി ചെയ്താൽ റിസൾട്ട് കിട്ടും കേട്ടോ. ശേഷം ഞാൻ ഒരു കുപ്പിയുടെ ടോപ്പ് ഒന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. നോക്കിക്കേ, അതിലൂടെ ഊതി കഴിയുമ്പോൾ കാണുന്ന ബബിളാണേ ഇത്. നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ സക്സസ് ആയിരിക്കുകയാണ് ഗൈസ്. നോക്കിയേ, നല്ല രസമുള്ള നല്ല കളർ ബബിളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാനതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരെ ഹാപ്പിയാണ്. നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.